ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഖുർആനുമായി എത്രമാത്രം ബന്ധമുണ്ടെന്ന് ആലോചിച്ചോ. ഈ ഖുർആൻ നമുക്ക് ഷഫീയായി നാളെ പരലോകത്ത് കടന്നു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മറിഞ്ഞു വീഴുമ്പോൾ ഈ ഖുർആൻ നമുക്ക് ഷഫീയായി കടന്നു വരണം. അള്ളാഹിൻ്റെ ഖുർആൻ കൊണ്ട് പല നേട്ടങ്ങളുണ്ട്. ഒന്ന് ഷഫീ ആണ്. ആരോരും സഹായിക്കാൻ ലോകത്ത് ഈ ഖുർആൻ നമുക്ക് റെക്കമെൻഡിനായി കടന്നു വരും. ആരെ ഈ ഖുർആൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ? ഖുർആനുമായി ബന്ധമുള്ളവരെ മാത്രമേ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഖുർആൻ നെഞ്ചിലേറ്റണം പ്രിയപ്പെട്ടവരെയും. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഉത്കൃഷ്ടരായ പ്രവാചകന്മാരുടെ കൂടെയാണ്, മലക്കുകളുടെ കൂടെയാണ് ഖുർആൻ പഠിക്കുന്നവരെന്നാണ്. ഇത്രയും ഒരു സ്ഥാപനം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തുറന്നു തന്നിട്ട് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ സൽഫലങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ മെനക്കെട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി തീരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, നാളെ പരലോകത്ത് ഖുർആൻ പഠിക്കുന്നവരാരുടെ കൂടെയാണ് മഅ സഫറത്തിൽ കിറാമിൽ ബറ. മറ്റൊരു തിരുവചനത്തിലൂടെ ഖുർആൻ എത്രമാത്രം നമുക്കറിയുമോ അത്രക്കും ഉയർച്ച നാളെ പരലോകത്തിൽ ലഭിക്കുമെന്നാണ്. ഇന്ത ആഖിരി ആയത്തിൻ റസൂലുള്ളാഹി പറയാണ്, ഒരു വിശ്വാസി സ്വർഗത്തിലെത്തുമ്പോൾ അവൻ പദവികളായി ഉയർന്നുയർന്നങ്ങ് പോകുമെന്നാണ്. എത്രത്തോളം എന്നാൽ അവൻ പഠിച്ച ആയത്തിൻ്റെ അവസാനത്തെ ആയത്താണ് അവൻ്റെ ഉയർച്ചയുടെ അവസാനത്തെ അവസ്ഥ എന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ, ഇതാൽ ഖുർആൻ്റെ അങ്കണത്തിൽ ഇതിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ സ്ഥാപനം വന്നിട്ട് എന്ത് നേട്ടം നേടാൻ പറ്റി എന്ന് ആലോചിക്കണം. ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, ഒരു സബബാക്കി മാറ്റാൻ ഈ സ്ഥാപനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയോ എന്ന് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെയും, മനുഷ്യൽ ഉത്തമരാരാ? ഖുർആൻ പഠിക്കുന്നവരാ. പല മാനദണ്ഡങ്ങളുമാണ് മനുഷ്യരുടെ ഉയർച്ച താഴ്ചകൾ വിലയിരുത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പല മാനദണ്ഡങ്ങളുമാണ്. പക്ഷേ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ ഉത്തമനാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് ഏറ്റവും ഉത്തമനെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സംസാരം കേൾക്കുന്നവരെ നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റണം.